السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ പണ്ഡിതന്മാർ, മുഫ്തിമാർ, ഈ പരിപാടിയിൽ സന്നിഹിതരാകുന്നതിനു വേണ്ടി ദീനിനോടും ഇസ്ലാമിനോടുമൊക്കെ കൂറും ഇഷ്ടവുമൊക്കെ ഉള്ള വ്യക്തിത്വങ്ങൾ, നമ്മളിവിടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് കച്ചവടത്തിന്റെ സക്കാത്താണ്. സക്കാത്തിന്റെ മസലകൾ പറയുന്നതിന് മുമ്പ് കുറെ ആമുഖങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് പറഞ്ഞു. ഈ ഓരോ മസലകൾ നമ്മൾ പറയുമ്പോഴും പല ആവർത്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിന് ആമുഖമായി ഉത്തരം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് ധരിക്കുന്നു. അതിങ്ങനെയാണ്: ഞാൻ എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും എൻ്റെ മിടുക്കും എൻ്റെ അധ്വാനവും കൊണ്ടുണ്ടാക്കിയ ഞാൻ കെട്ടിപ്പടുത്ത ഈ ബിസിനസ് സാമ്രാജ്യം അങ്ങനെ ഉപയോഗിക്കാലോ, ഈ ബിസിനസ് സാമ്രാജ്യത്തിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടവേളയിൽ ഞാൻ എന്തിനാണ് വേറൊരാൾക്ക് കൊടുക്കുന്നത്? ഇത് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതിനുവേണ്ടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതും ട്രേഡുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ്, അതിന്റെ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യൽ, ഇതൊക്കെ ചെയ്തത് ഞാനാണ്, അല്ലെങ്കിൽ ഞാനും എന്റെ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ അത് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ അത് ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? എന്തിനാണ് അങ്ങനെ ഒരു കാര്യം? താൻ സമ്പാദിച്ചതെല്ലാം തനിക്കുള്ളത് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു തിരുത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇനി നമ്മൾ പറയുന്ന മസാലകൾ അല്ലെങ്കിൽ ശരീഅത്തുമായി ബന്ധപ്പെട്ട സക്കാത്തിന്റെ മസാലകളിലൊക്കെ നമുക്കൊരു വിശാലത ലഭിക്കും എന്ന് ഉള്ളവന് തോന്നുകയാണ്. അതായത് ഞാൻ സമ്പാദിച്ചതെല്ലാം എനിക്കുള്ളതാണ് എന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഞാൻ മാത്രം ഇവിടെ സമ്പാദിക്കുന്നില്ല. ഞാനിവിടെ ഒരു വസ്തു വാങ്ങുന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കൂ. ആ വസ്തുവിനെ ഭൂമിയിൽ നിന്നും ഉത്ഭവിപ്പിക്കാൻ അതെന്നെ കൊണ്ട് സാധിപ്പിക്കുകയില്ല. ഇവിടെ എന്തോരം ഷോപ്പുകളും കടകളും മാർക്കറ്റുകളും ഉണ്ടാകുമ്പോൾ പോലും എന്റെ കടയിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്യപ്പെടുന്നു, എന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എങ്കിൽ എന്റെ മുമ്പിലുള്ള കൺസ്യൂമേഴ്സ് 100 കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഓരോ കടകളിൽ പോകാനുള്ള ചോയ്സ് അവർക്ക് ഉണ്ടായിരിക്കെ തന്നെ അവർ എന്റെ കടയിലേക്ക് വരണമെങ്കിൽ ആ സമയത്ത് ആ കൺസ്യൂമർക്ക്, ആ കസ്റ്റമർക്ക് എന്റെ ഷോപ്പിലേക്ക് വരാനുള്ള ഒരു മാനസികമായ അടുപ്പുണ്ടാകണം. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നതിന്റെ പിന്നിൽ നമ്മളല്ലാത്ത മറ്റൊരു ശക്തിയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ഇടപെടലുണ്ട്. അതുകൊണ്ട് അല്ലാഹു ആദ്യം തിരുത്തുന്നത് വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, പടച്ചോൻ തന്ന ഈ ബാഹ്യമായ താൽക്കാലികമായ ഇടപാടിൽ ഇതിൽ എനിക്ക് മാത്രമല്ല ഇതിൽ പങ്കുള്ളത്, ഇതെല്ലാവരുടേതുമാണ് ഈ സമ്പത്ത്. ഒരു കലക്റ്റീവ് തിങ്കിങ് ആണ് ഇസ്ലാമിന്റെ ഒരു പെർസ്പെക്റ്റീവ്. അതിൽ തൽക്കാലത്തേക്ക് ഒരു കലക്റ്റീവ് ആകുമ്പോൾ അതിനെ തൽക്കാലം നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ഇവിടെ ഒരു സദസ്സ് ഉണ്ടാകുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ആ നിലക്ക് അല്ലാഹു തആല നമുക്ക് നൽകി എന്നുള്ളതാണ്. കൃത്യമായ ഖുർആനിലും ഇതിന്റെ സൂചനകൾ കാണാം. വആതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും. അല്ലാഹു പറഞ്ഞത് നിങ്ങളെ സമ്പത്ത് നിന്ന് കൊടുക്കൂ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം വആതൂഹും മിൻ മാലില്ലാ, പടച്ചവൻ നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ കൊടുക്കൂ. അല്ലദീ ആതാക്കും, ആ പടച്ചവനാണ് നിങ്ങൾക്ക് നൽകിയത് എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് നല്ല നിയ്യത്തും ഫിക്റും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഫിഖ്ഹി മാനദണ്ഡങ്ങൾ നമുക്കുണ്ട്, മസായിലുകളുണ്ട്. അപ്പൊ ഒരു കച്ചവടക്കാരൻ കച്ചവടം തുടങ്ങുന്നത് മുതലുള്ള ഒരു ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് എളുപ്പത്തിൽ പറഞ്ഞാൽ മസാലകൾ മനസ്സിലാക്കുന്നതിന് വളരെ എളുപ്പമായി തീരുന്നുണ്ട്. ഓരോ മസാലകൾ 1 by 1 പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളൊരു കച്ചവടം തുടങ്ങുകയാണ്.
അബൂബക്കർ സാഹിബ് കച്ചവടത്തിന് വേണ്ടി തീരുമാനിച്ചു. അയാളുടെ കയ്യിൽ ക്യാപിറ്റലായിട്ട് 2 ലക്ഷം രൂപ ഉണ്ട്. അയാൾ ഈ 2 ലക്ഷം രൂപയും എടുത്തിട്ട് അയാൾ കച്ചവട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവ് പ്രകാരം, ഫിഖ്ഹിന്റെ പെർസ്പെക്റ്റീവ് പ്രകാരം എന്നാണോ ഇയാൾ വസ്തുക്കൾ വിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വാങ്ങുന്നത്, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. വിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്നാണോ വാങ്ങുന്നത് അന്ന് അയാളുടെ കച്ചവടം തുടങ്ങിയതായി പരിഗണിക്കപ്പെടും. ഇപ്പൊ മുഹറമിന് സാധനം വാങ്ങി, ഷോപ്പിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പക്ഷെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് സഫറിലാണെങ്കിൽ സഫറിലെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മുഹറമിൽ തന്നെ എന്റെ കച്ചവടം ആരംഭിച്ചു. ഞാൻ വിറ്റോ വിറ്റില്ലോ എന്നുള്ളതല്ല നമ്മളെ വിഷയം, വസ്തു എന്റെ അധീനതയിൽ എപ്പോഴാണ് വന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ മുഹറം 1-ാം തീയതി എന്റെ കയ്യിലുള്ള മുഹറത്തിന്റെ തലേന്ന് ദുൽഹിജ്ജ അവസാനത്തിൽ എനിക്ക് ലഭിച്ച 1 ലക്ഷം രൂപ, ആ 1 ലക്ഷം രൂപ കൊണ്ട് മുഹറം 1-ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് ഈ മുഹറം 1 മുതൽ അടുത്ത മുഹറം 1 ആകുമ്പോഴേക്ക് ഞാൻ എന്റെ കടയിൽ ഈ പറഞ്ഞ രീതിയിൽ വിൽക്കണം എന്ന നീയത്തോടുകൂടി എന്തെല്ലാം സാധനങ്ങൾ അവിടെ സേവ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ കണക്കെടുത്തിട്ട് അതിന്റെ 2.5% ഞാൻ കൊടുക്കണം. ഇവിടെ വേറൊരു സാധ്യത വരാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ദുൽഹിജ്ജ അവസാനത്തിന് എനിക്ക് 1 ലക്ഷം രൂപ കിട്ടി, മുഹറം 1-ന് വാങ്ങുമ്പോൾ സംഗതി ക്ലിയർ ആണ്. പക്ഷെ അവിടെ വേറൊരു വിഷയം, എനിക്ക് 6 മാസമായി എന്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ, എന്റെ കയ്യിൽ 2 ലക്ഷം രൂപ 6 മാസമായിട്ടുണ്ട്. 6 മാസം പൂർത്തിയായി മുഹറം 1-നാണ് ഞാൻ സാധനം വാങ്ങുന്നത് എങ്കിൽ ഞാൻ ഈ വസ്തുക്കളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് അടുത്ത മുഹറം 1 ആകുമ്പോഴല്ല, ഈ മുമ്പ് കഴിഞ്ഞ 6 മാസവും ഇനി വരാൻ വേണ്ടി പോകുന്ന 6 മാസം എപ്പോൾ പൂർത്തിയാകുമോ ആ 6 മാസം പൂർത്തിയാകുമ്പോൾ 1 കൊല്ലമാകും, തമാമുൽ ഹൗൽ ഉണ്ടാകും, അതിൽ ഞാൻ ഈ വസ്തുക്കളുടെ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ നിലവിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള സമ്പത്തിൽ നിന്നാണ് എടുത്തു വാങ്ങുന്നത് എങ്കിൽ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വസ്തു വാങ്ങി നമ്മളെ കടയിൽ സ്റ്റോക്ക് ചെയ്തു. വർഷാവസാനമാകുമ്പോൾ നമ്മൾ ഇതിന് കണക്കെടുക്കുമ്പോൾ നമുക്കറിയാം ഷോപ്പിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അവിടെ ലാപ്ടോപ്പ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, AC ഉണ്ടാവും, കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, ഇരിക്കാനുള്ള ചെയർ ഉണ്ടാവും, ഇന്റീരിയർ ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ട്, ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ഷോപ്പിൽ. അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും ശരി. പക്ഷെ ഇസ്ലാം പറയുന്നത് വിൽക്കാൻ വേണ്ടി വാങ്ങിയ സാധനത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ടതുള്ളൂ എന്നാണ്. അപ്പൊ ഫർണിച്ചർ ഒഴിവാകും, അവിടുത്തെ ഫാൻ ഒഴിവാകും, അവിടുത്തെ AC ഒഴിവാകും. ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ എടുത്ത് നമ്മളെ മൊത്തത്തിലുള്ള സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള ഈ സ്റ്റോക്കിന്റെ വില ഒന്നുകിൽ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ മൂല്യമോ വിലയോ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെ വിലയോ ഉണ്ടെങ്കിൽ എന്റെ സമ്പത്തിന്, എന്റെ കച്ചവട ചരക്കിന് സക്കാത്ത് നിർബന്ധമാണ്. ഇന്നത്തെ ഏകദേശം റേറ്റ് നമ്മൾ നോക്കിയാൽ വെള്ളിക്ക് 1 ഗ്രാമിന് 248 രൂപയാണ്, ഏകദേശം 248 രൂപയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വെള്ളിന്റെ കണക്കിൽ നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 595 ഗ്രാം എന്ന് പറയുമ്പോൾ 1,47,619 രൂപ. എന്റെ കടയിലെ സാധനങ്ങൾ ഞാൻ സ്റ്റോക്ക് എടുത്തപ്പോൾ 1,47,619 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% ഞാൻ സക്കാത്തായി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ഫിഖ്ഹിൽ പറയാനുള്ളത് പിന്നെ സ്വർണത്തിന്റെയോ വെള്ളിന്റെയോ എടുക്കാമെന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഏതാണോ അൻഫഉൽ ഫുഖറ, സ്വർണത്തിന്റെ വില നമ്മളിപ്പോ നോക്കിയാൽ ഏകദേശം 1 ലക്ഷം കടന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ പലർക്കും സക്കാത്തിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു വകുപ്പ് നമുക്ക് അവിടെ കിട്ടും. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഏത് മൂല്യം നിശ്ചയിച്ചാലാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതാണോ കൂടുതലായിട്ടുള്ള നാണയം, നമ്മൾ സ്വർണവും വെള്ളിയും നേർക്കുനേരെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫുഖഹാക്കളും ഈ സമകാലികര മുആസിരീങ്ങളായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് വെള്ളിയിൽ കണക്കാക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ സക്കാത്ത് വസ്തുക്കളെ കണക്കാക്കുന്ന കൂട്ടത്തിൽ ഈ 1 വർഷം ഞാൻ കച്ചവടം ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ലാഭം ഞാൻ അതിനെ ബിസിനസ്സിലിടുന്നു, ബിസിനസ്സിൽ തന്നെ അതിനെ സ്റ്റോക്ക് ചെയ്യുന്നു, അതുമൊക്കെ കൂട്ടേണ്ടതുണ്ട്. എനിക്ക് കിട്ടാനുള്ള കടം, എനിക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടാനുള്ള കടം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള കടമാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ വർഷം ട്രേഡ് ചെയ്തിരുന്നു, ബിസിനസ് ചെയ്തിരുന്നു, അപ്പൊ എനിക്കൊരു 3 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അപ്പൊ ആ 3 ലക്ഷം രൂപയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. എന്നിട്ട് വേണം നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കടം, ചില കടം നമുക്കുണ്ടല്ലോ, കിട്ടാക്കണം, കിട്ടും ഒന്നും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഗൈറു മർജൂവായ കടങ്ങൾ ഉണ്ടെങ്കിൽ, അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥയൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ ആ കടം പിന്നീട് കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനും സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആവശ്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എത്ര നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും ശരി, അത് ഈ പറയപ്പെട്ട രീതിയിൽ 595 ഗ്രാം വെള്ളിന്റെ തുക 1,47,000 രൂപ, അതിന്റെ ഈ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 2.5% നമ്മൾ കൊടുക്കേണ്ടത്.
2.5%. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്പിളിനെ 10 കഷ്ണാക്കിയിട്ട് അതിന്റെ ഒരു 4 വീണ്ടും പോർഷൻ ആക്കുന്നു, അതിന്റെ ഒരു പോർഷൻ മാത്രം. ഇതിലെന്താ കൊടുക്കേണ്ടത്? എനിക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഡ്രസ്സിന്റെ സൂപ്പർ മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷനറി കടയാണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് ആണോ കൊടുക്കേണ്ടത്, അല്ല വാല്യൂ ആണോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സക്കാത്തിന്റെ മറ്റു ഇനങ്ങൾ, സ്വർണം വെള്ളിനൊക്കെ ചർച്ച ശേഷം വരും, അതിലൊക്കെ വസ്തുവിനാണ് കൊടുക്കേണ്ടത്. സ്വർണത്തിന്റെ സക്കാത്തിന് സ്വർണ്ണമാണ് കൊടുക്കേണ്ടത്, വെള്ളിന്റെ സക്കാത്തിന് വെള്ളിയാണ് കൊടുക്കേണ്ടത്, ആടിന്റെയും മാടിന്റെ ഒക്കെ സക്കാത്തിന് ആടിനെയും മാടിനെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജിൻസിൽപ്പെട്ട സാധനമാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന്റെ സക്കാത്തിൽ വസ്തു അല്ല കൊടുക്കേണ്ടത്. ഞാൻ അരിക്കച്ചവടം നടത്തുന്ന ആളാണ്. അപ്പൊ 2.5% പൈസന്റെ തുകക്ക് കണക്കായ അരിയെ ഞാൻ കൊടുത്തത് കൊണ്ട് എന്റെ സക്കാത്ത് ഒഴിവാകൂല. ഞാൻ കൊടുക്കേണ്ടത് ഖീമത്താണ്. ഖീമത്ത് എന്ന് പറഞ്ഞാൽ വിലയാണ് ഞാൻ കൊടുക്കേണ്ടത്, അതിന്റെ തുക. പകരം വസ്തുവിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സക്കാത്ത് വീടുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഏകദേശം എല്ലാ കച്ചവടവും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഒരു ലൈനിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ചില വ്യത്യാസമുള്ള 2-3 സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹോട്ടലാണ്. ഹോട്ടൽ റെസ്റ്റോറന്റ് ഒക്കെ കുറച്ച് പ്രയാസമുള്ള സാധനമാണ്. ഹോട്ടൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 1-ാം തീയതി മുഹറം 1-ന് നമ്മൾ കച്ചവടം തുടങ്ങുമ്പോൾ ചിലപ്പം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുഹറം 1-ന് കച്ചവടം തുടങ്ങുമ്പോൾ അന്ന് നമുക്ക് 1,47,000 സ്റ്റോക്ക് ഉണ്ടാകണം നിർബന്ധമില്ല. മുഹറം 1-ന് എന്റെ കച്ചവടം തുടങ്ങിയത്, അന്ന് എന്റെ ഷോപ്പിൽ നോക്കുമ്പോൾ 50,000 രൂപയുടെ സ്റ്റോക്കേ ഉള്ളൂ. അത് പരിഗണിക്കുന്നില്ല. സക്കാത്തു തിജാറത്തിൽ പരിഗണിക്കുന്നത് 1 വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണ് സ്റ്റോക്ക് ഉള്ളത്, അതിനെയാണ് പരിഗണിക്കുന്നത്. നമ്മൾ ഹോട്ടലൊക്കെ കേസിലേക്ക് വരുമ്പോൾ എങ്ങനെ നമ്മൾ അവിടെ സക്കാത്ത് കണക്കൂട്ടുക? ഈ പറഞ്ഞതുപോലെ മുഹറം 1-ന് തുടങ്ങിയ ഒരു റെസ്റ്റോറന്റ്, ഇടക്കിടക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സാധനമാണല്ലോ റെസ്റ്റോറന്റ്. 1 വർഷം പൂർത്തിയാകുന്നു. ആ വർഷം പൂർത്തിയാകുന്ന അന്ന് നമ്മുടെ റെസ്റ്റോറന്റിൽ, നമ്മുടെ ഭക്ഷണശാലയിൽ എന്തൊക്കെ വസ്തുക്കളെയാണോ വിൽക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അപ്പൊ റോ മെറ്റീരിയൽസ് വരും, അരി വരും, എണ്ണ വരും, തേങ്ങ വരും, അതുപോലെ ചിക്കൻ വരും, ഇതൊക്കെ സാധനങ്ങൾ അവിടെ വരും. പിന്നെ അന്ന് വിൽക്കാൻ വേണ്ടി പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന വസ്തുക്കൾ, ഇതിനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ തിജാറത്തിന്റെ സക്കാത്തിന് കണക്കാക്കുന്നത്. അതോട് വിഷയം, ഞാൻ പർച്ചേസ് ചെയ്ത കമ്മോഡിറ്റിക്ക് അന്ന് 1 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഞാൻ 2 മാസം മുമ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ, അതേ റേറ്റിലായിരിക്കുമല്ലോ ഞാൻ വിൽക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ റേറ്റിൽ എന്തായാലും ഫ്ലക്ച്വേഷൻ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ ഏത് തുകയാണ് ഞാൻ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്നാണോ എനിക്ക് സക്കാത്ത് നിർബന്ധമാകുന്നത്, അന്നത്തെ മാർക്കറ്റ് വാല്യൂവിനാണ് ഞാൻ പൈസ കണക്കാക്കേണ്ടത്. ഞാൻ വാങ്ങിയ തുകക്കല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണക്കിലല്ല, അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്താണ്. അപ്പൊ ഞാൻ ഹോൾസെയിൽ വ്യാപാരിയാണെങ്കിൽ ഈ വസ്തുവിനെ ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ ഹോൾസെയിൽ എത്ര റേറ്റിലാണ് ഞാൻ വിൽക്കുക, ആ തുകക്കായിരിക്കണം ഇതിനെ കണക്കാക്കേണ്ടത്. ഞാൻ റീറ്റെയിൽ വ്യാപാരിയാണ്, ഞാൻ ഇതിനെ റീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വിൽക്കുന്നത് എങ്കിൽ ഞാൻ എത്ര MRP ഇട്ടിട്ടാണ് ഞാൻ വിൽക്കുക, അതും കൂടി നമ്മൾ അതിൽ കണക്കാക്കിയിട്ട് വേണം നമ്മൾ സക്കാത്ത് കൊടുക്കാൻ എന്നുള്ളതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കടം. ഒരാള് സ്റ്റോക്ക് നോക്കുമ്പോൾ അയാൾക്ക് 25 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 25 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, അയാൾക്ക് കടം 30 ലക്ഷം ഉണ്ട്. അയാൾക്ക് സക്കാത്ത് കൊടുക്കണോന്നാ നമ്മള് ബേസിക്കലി അത് ചിന്തിച്ചാലേ, എനിക്ക് 25 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, 25-30 ലക്ഷം എനിക്ക് കടമുണ്ട്, ഞാൻ എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്? അപ്പൊ 2 കാര്യമാണ്. ഒന്ന് സമ്പന്നന്റെ ബാധ്യത, 2 സമ്പത്തിന്റെ ബാധ്യത. ഇത് സമ്പത്തിന്റെ ബാധ്യതയാണ്. എന്റെ കയ്യിൽ 1 വർഷം തികച്ച ഇസ്ലാം നിഷ്കർഷിക്കുന്ന ചില മെറ്റീരിയലുകൾ എന്റെ കയ്യിൽ ഉണ്ടായാൽ, അതിന്റെ മാനദണ്ഡം ഉണ്ടാവുക എന്ന് മാത്രമാണ്. അതിന്റെ പ്രസൻസ് എന്റെ കയ്യിലുണ്ടായാൽ ഞാൻ അതിന് സക്കാത്ത് കൊടുക്കണം, ഞാൻ അതിന് സക്കാത്ത് കൊടുത്തിരിക്കണം. മറ്റേത് സമ്പന്നന്റെ ബാധ്യതയാണ്. സമ്പന്നന്റെ ബാധ്യത കടവുമായി ബന്ധപ്പെട്ട് മാറാം. എനിക്ക് ഒരുപാട് കടമുണ്ട്, ഞാൻ സമ്പന്നനാണ് എങ്കിൽ പല ഫർള് കിഫായകളിൽ നിന്ന് ഒഴിവാകും. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ സമൂഹം പലപ്പോഴും ഒരു മാർജിനലൈസ്ഡ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കായി മാറിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് സമ്പത്തിന്റെ ബാധ്യതയാണ്. സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ, അപ്പൊ അങ്ങനെ കടം ഉണ്ട് എന്ന് ഫിഗർ പറയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് വിറ്റിട്ട് കടം വീട്ടാമായിരുന്നില്ലേ? മുഹറം 1-നാണ് നമ്മൾ കണക്കെടുക്കുക. ഒരാൾ എന്ത് ചെയ്യുന്നു, ദുൽഹിജ്ജ 25-ാം തീയതി അയാൾക്ക് 30 ലക്ഷം രൂപയാണല്ലോ കടം. ഈ 25 ലക്ഷത്തിന്റെ സ്റ്റോക്ക് വിൽക്കുന്നു. അല്ലെങ്കിൽ കടം വീട്ടണം, കടത്തിന്റെ മേൽ അത്ര പ്രയാസം അയാൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു ബുദ്ധിമാൻ അങ്ങനെ ചെയ്യൂല. ഇതിന്റെ മേൽ മറിച്ചിട്ടാണ് ഈ കടം വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കടം ഉണ്ട് എന്നത് ഒരാൾക്ക് കടമുണ്ട് എന്നതിന്റെ പേരിൽ അയാളുടെ സക്കാത്തിന്റെ നിർബന്ധിതയെ തടയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കടമുണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. സക്കാത്തിന്റെ ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് എന്താണ്, നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടോ, ആ വസ്തു ഉണ്ടോ എന്നുള്ളത്.
പിന്നെ നമ്മൾ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നു, അവിടെയും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്നാണോ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്, ഏതൊക്കെ കമ്പനിയുടെ സ്റ്റോക്കുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഒരു വർഷം പൂർത്തിയാകുന്നു, നമ്മൾ അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എത്ര മൂല്യമുള്ള കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് നമുക്ക് മനസ്സിലാകും. അത് ഈ പറഞ്ഞതുപോലെ 1,47,000 കണക്ക് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% ഈ പറയപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. ഇനി IT മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അവിടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ക്ലയന്റ് വരുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, സോഫ്റ്റ്വെയറുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അന്ന് 1-ാം തീയതി മുഹറം 1-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, നമ്മൾ ആപ്പ് നിരക്കുമ്പോൾ ചെറുതൊന്നും വിചാരിക്കണ്ട. സാധാരണ നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പൊക്കെ എഡ്യൂക്കേഷണൽ പേർപ്പസുമായി ബന്ധപ്പെട്ട ആപ്പിനൊക്കെ അവർ ചാർജ് ചെയ്യുന്നത് 60,000 രൂപയാണ് ഒരു ആപ്പിന്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരു 20 ആപ്പിനുള്ള 20 ക്ലയൻസിന്റെ ഓർഡർ അയാളെ കയ്യിൽ അന്നുണ്ട് എങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നുണ്ടാക്കിയിട്ട് അതിന്റെ കോപ്പികൾ മിക്കവാറും ഉണ്ടാക്കലായിരിക്കണമല്ലോ സാധാരണ ചെയ്യുക. ഒരേ ടൈപ്പിലുള്ള ക്ലയൻസ് ആണെങ്കിൽ എങ്കിൽ സുന്ദരമായിട്ട് അയാൾക്ക് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെയും ഈ പറഞ്ഞതുപോലെ വസ്തുക്കൾ നമുക്ക് ഒഴിവാക്കാം. ഈ പറയപ്പെട്ട സർവീസിനെ പ്രൊഡക്റ്റിന്റെ ലെവലിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് കണക്ക് കൂട്ടേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് സക്കാത്ത് തിജാറയുമായി ബന്ധപ്പെട്ട വളരെ ഹ്രസ്വമായ ഒരു വിവരണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ചോദ്യം ചോദിക്കാനുള്ളവരൊന്ന് കൈവക്കിയാൽ മൈക്ക് ഇൻഷാ അല്ലാഹ് അടുത്തേക്ക് എത്തും. ചോദിക്കുന്ന ആളൊന്ന് എഴുന്നേറ്റെന്ന് ചോദിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബിസിനസ്സിലെ സ്റ്റോക്കിന്റെ പർച്ചേസിന്റെ എമൗണ്ടിനല്ലല്ലോ, അത് സെയിൽസിന്റെ എമൗണ്ടിന് നമ്മൾ സക്കാത്ത് കാൽക്കുലേറ്റ് നമ്മള് ടോട്ടല് പിന്നെ ഐറ്റത്തിന്റെ അതിന്റെ പർച്ചേസ് കോസ്റ്റിനോ അതിന്റെ സെയിൽസ് കോസ്റ്റിനാണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. അതായത് നമ്മൾ അന്ന് വിൽക്കും, അന്ന് ആ മുഹറം 1 കാൽക്കുലേറ്റ് എടുത്തിട്ട് അന്ന് നമ്മൾ മാർക്കറ്റ് റേറ്റ് നമ്മൾ നോക്കും. നിങ്ങളൊരു ഹോൾസെയിൽ വ്യാപാരിയാണെങ്കിൽ നിങ്ങൾ അതിന് ഹോൾസെയിൽ എത്ര രൂപക്കാണ് നിങ്ങൾ വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റിന്, ആ റേറ്റ് നിങ്ങൾ വാല്യൂ ചെയ്യണം. എന്നിട്ട് അതിന്റെ ഈ പറഞ്ഞ കാൽക്കുലേഷൻ ചെയ്യണം. അതന്നെയല്ലേ നിങ്ങൾ ചോദ്യം? അതന്നല്ലേ അതിൽ ചിലപ്പോൾ നമ്മളൊരു മിനിമം മാക്സിമം റേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതിൽ മാക്സിമത്തിലാണോ മിനിമത്തിൽ മാർക്കറ്റ് റേറ്റിൽ അന്നത്തെ മാർക്കറ്റ് റേറ്റിൽ നിങ്ങൾ എത്രക്കാണ് സെയിൽ ചെയ്യുന്നത് ആ ഒരു വാല്യൂവിൽ നമുക്ക് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിൽ നമ്മള് ക്യാഷ് ഇൻ ഹാൻഡ് ഓരോ പാർട്ടീസിന് കൊടുക്കാനുള്ള കഴിഞ്ഞുള്ള ക്യാഷ് ഇൻ ഹാൻഡിനോ അതിന്റെ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കൊടുക്കാനുള്ള കടം നമ്മൾ കുറക്കണമെന്ന് നോക്കുന്നു. അപ്പൊ ഒരു ടീമിന് 10 ലക്ഷം റുപ്യേന്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൽ 5 ലക്ഷം കൊടുത്തിട്ടുള്ളൂ, ബാക്കി 5 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കാനുള്ളതല്ലേ? ക്ലിയർ ആയില്ല. ഒരു പ്രൊഡക്റ്റ് 10 ലക്ഷത്തിന്റെ പർച്ചേസ് ചെയ്തു, നിങ്ങൾ പർച്ചേസ് ചെയ്തു, ഷോപ്പിക്ക് പർച്ചേസ് ചെയ്തു, 5 ലക്ഷം കൊടുത്തിട്ടുള്ളൂ, ബാക്കി 5 ലക്ഷം കൊടുക്കാണ്ട് അത് കൊടുക്കണം. എന്റെ സക്കാത്ത് കണക്ക് കൊടുക്കണം. കാരണം നമ്മൾ പറഞ്ഞല്ലോ കടമുണ്ട് എന്നുള്ളത്. ഈ വസ്തു വാങ്ങിയതിന്റെ പേരിലുള്ള കടമായാലും ശരി, അല്ലാതെ കടമായാലും ശരി, നമ്മളത് വസ്തുങ്ങളെ കയ്യിലെത്തിയല്ലോ, അത് നിങ്ങളും അയാളും തമ്മിലൊരു ധാരണപ്പുറത്ത് കടത്തിന്റെ ഇടപാടിൽ നിങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പൊ ആ പൈസ എന്തായാലും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുകയും ചെയ്യല്ലോ, വിൽക്കൂലേ? 10 മിനിറ്റാണ് നമുക്ക് ചോദ്യോത്തരത്തിന് വേണ്ടി തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരുടെ സംശയങ്ങൾ ചോദിക്കും. ഇപ്പോ 1 ലക്ഷം റുപ്യക്ക് സക്കാത്ത് കൊടുത്തു. 1 ലക്ഷം റുപ്യക്ക് സക്കാത്ത് ഇല്ല. 1 ലക്ഷം റുപ്യക്ക് സക്കാത്ത് ഉണ്ടാവില്ല. 1.50 ഓക്കെ ക്ലിയർ. അതായത് 1 ലക്ഷം റുപ്യക്ക് 2,500 റുപ്യ അല്ലേ സക്കാത്ത്? അതെ അല്ലേ? അപ്പൊ 1 ലക്ഷം റുപ്യക്ക് സക്കാത്ത് കൊടുത്തു. ഇതാണ് 1 ലക്ഷം റുപ്യ. ഈ 1 ലക്ഷം റുപ്യ എടുത്തു വെച്ചു. ഈ 1 ലക്ഷം റുപ്യ എടുത്തു വെച്ചു. 1 ലക്ഷം റുപ്യക്ക് സക്കാത്ത് കൊടുത്ത് 97,500 റുപ്യ എടുത്തു വെച്ചു. പിന്നെ ഇത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പൈസന്റെ ആവശ്യം വരുന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പൈസന്റെ ആവശ്യം വരുന്നത്.
അപ്പോ ഒരു കൊല്ലം റൗണ്ട് ആയല്ലോ, 365 ഡേയ്സ് കഴിഞ്ഞു. അപ്പൊ 97,500 പിന്നെയും സക്കാത്ത് കൊടുക്കണം. നമ്മളൊരു കമ്മോഡിറ്റി ബേസ് അല്ല നമ്മൾ പറയുന്നത്. ഞാൻ എന്റെ കാര്യം ഞാൻ ചോദിക്കണേ, അത് എനിക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് ഫാസ്റ്റ് അതിനെ കൊണ്ട് എനിക്ക് അത്ര ചിലപ്പോ ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോളുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ എന്റെ കാര്യം മാത്രമേ ഞാൻ ചോദിക്കാം. ഇപ്പൊ ഒരു 1,00,000 റുപ്യാണിത്. ഈ 1,00,000 റുപ്യക്ക് ഞാൻ 2,500 റുപ്യ സക്കാത്ത് കൊടുത്തു. ഞാൻ ഈ പൈസ എടുത്തു വെച്ചു. ഒരു കൊല്ലം കഴിഞ്ഞു, 97,500 റുപ്യാണ് ഇതുള്ളത്. അതിന് കൊടുക്കണം. ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണോ മണിയാണോ? പൈസയാണ്. അപ്പൊ അത് നാണയവുമായി ബന്ധപ്പെട്ട ചർച്ച ശേഷം വരും. എന്നാൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ആ വസ്തുവിനെ ഒരു കൊല്ലം നിങ്ങളെ എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൊടുക്കണം. പക്ഷെ 1,00,000 നിങ്ങൾ ഉദാഹരണം പറഞ്ഞോളാം കേട്ടോ, 1,00,000 വരൂല. കാരണം 595 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ട് 1.5 ലക്ഷം രൂപ, 1,47,000 രൂപ, അങ്ങനെ നിങ്ങൾ പറഞ്ഞ എമൗണ്ട് വെച്ചാലും ഉദാഹരണമായി എടുത്താലും ശരി, നമ്മൾ നിസാബത്തണല്ലോ. അതായത് നമുക്ക് നിങ്ങൾ പറയുന്ന 1.50 ആക്കാൻ നമുക്ക് റൗണ്ട് ചെയ്യാം. 1.50 നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇത് മുഹറം 1 സങ്കല്പിക്കുക, അടുത്ത മുഹറം 1 നിങ്ങൾ അത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്നു, വേറൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ അതിന് സക്കാത്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ ബാക്കിയുള്ള തുക നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ വെക്കുന്നു, വീണ്ടും ഒരു കൊല്ലം പൂർത്തിയാകുന്നു. അപ്പൊ ഈ ഒരു തുക നിങ്ങളുടെ കയ്യിൽ തന്നെ നിന്നല്ലോ എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ഇതിന് 2% കൊടുക്കണം. 97,500 റുപ്യന്റെ 2.5 കൊടുക്കണം. ഓക്കെ. അപ്പൊ കച്ചവടം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ചില ആളുകൾ പൈസ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ ഏകദേശം സക്കാത്ത് കൊടുത്ത് തീരുന്നർത്ഥം. ഫുള്ള് തീരില്ലല്ലോ. അല്ല, കാരണം ഞാൻ പറഞ്ഞു മിനിമം തുക എന്ന് പറയുന്നത് 1,47,000 രൂപയാണ്. അയാൾ 2 ലക്ഷത്തിനാണ് തുടങ്ങിയതെങ്കിൽ ഈ 2 ലക്ഷത്തിൽ നിന്ന് ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അയാളെ കയ്യിലുള്ള തുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ 1,45,000 ആവുമല്ലോ. 1,45,000 45 എങ്ങനെ നിങ്ങൾ ഈ ഗോൾഡിന്റെ കാൽക്കുലേഷൻ ആണ് നിങ്ങൾ പറഞ്ഞത്? വെള്ളി സിൽവർ റേറ്റ് അല്ല ഇത്. അപ്പം ചുരുക്കം പറഞ്ഞാല് ഈ പൈസ ഞാൻ വെള്ളിയാക്കണം എന്നർത്ഥം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേര് പറഞ്ഞു ഫാമിൽ സാഹിബ്. അതായത് നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഒരു കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പൈസ ഒന്നും ചെയ്യാതെ എന്റെ കയ്യിൽ വെച്ചാൽ ഞാൻ അത് ഫുള്ള് സക്കാത്ത് കൊടുത്ത് തീരുമല്ലോ എന്നതാണ് കോർ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്റെ കാര്യമില്ല. ഇപ്പം അല്ല ഇതല്ലേ നിങ്ങളെ കോറ്? വൃദ്ധയായ ഒരു സ്ത്രീ അല്ലെ, ഞാൻ ക്ലിയർ ആയിട്ടെ, ഇതല്ലേ നിങ്ങളെ ചോദ്യത്തിന് കോറ്? ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. എന്താ കാര്യം എന്നറിയോ? എന്റെ കയ്യിൽ 2 ലക്ഷം രൂപയാണുള്ളത്. 2 ലക്ഷം രൂപ ഇക്കൊല്ലം ഉണ്ടാകുന്നു, ഒരു കൊല്ലം പൂർത്തിയാകുന്നു, ഞാൻ അതിന്റെ സക്കാത്ത് കൊടുക്കുന്നു, ബാലൻസ് ഞാൻ വീണ്ടും സൂക്ഷിക്കുന്നു, വീണ്ടും ഒരു കൊല്ലം പൂർത്തിയാകുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ബാലൻസ് ഞാൻ സൂക്ഷിക്കുന്നു. അപ്പൊ ഈ സക്കാത്ത് കൊടുത്ത് കുറഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തുമ്പോ എന്റെ കയ്യിലുള്ള തുക 1,45,000 ആവൂലേ? ആവും. ആ 1,45,000 ആയാൽ എനിക്ക് സക്കാത്ത് നിർബന്ധമില്ല. അപ്പൊ ഞാൻ പിന്നെ കൊടുക്കേണ്ടതില്ല. എങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല. അതായത് 1,00,000, ഈ 1,00,000 97,500 ആയി. 2027 ആയപ്പോ 97,500 റുപ്യായി. പിന്നെ അത് 2028 ആയി കഴിഞ്ഞാൽ അതിലൊരു 2,300 ചില്ലാനോ 400 ചില്ലാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വരാം. അപ്പൊ ഏകദേശം 95,000 ആയി. 2029 93 ഒക്കെ ആയി. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. കുറഞ്ഞു വരുമല്ലോ. 50,000 റുപ്യക്ക് 1,250 റുപ്യ കൊടുക്കണം. അങ്ങനെ കൊടുത്തു പോരണം. അങ്ങനെയല്ല പറഞ്ഞത്. അതായത് അവിടെ ഒരു സാധനം നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. അതായത് ത്രഷോൾഡ് ഉണ്ട് സക്കാത്തിന്. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ 1 റുപ്യ ഉണ്ട്, 1 റുപ്യ ഉണ്ട്, ഒരു കൊല്ലം പൂർത്തിയാകുന്നു, 1 റുപ്യക്ക് സക്കാത്ത് കൊടുക്കണം. എന്റെ കയ്യിൽ 1 രൂപ 1 റുപ്യ ഉണ്ട് എന്റെ കയ്യിൽ, ഒരു കൊല്ലം ഞാൻ സൂക്ഷിക്കുന്നു. ആ 1 റുപ്യക്ക് സക്കാത്ത് കൊടുക്കണം. കണക്കിൽ കൊടുക്കണം. അല്ല, അതായത് ത്രഷോൾഡ് ഉണ്ട്. അതാണ് ചില ഈ പ്രിസംഷൻ മിസ്സായി പോയാൽ നമുക്ക് വരുന്ന പ്രശ്നം. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ 1 റുപ്യക്ക് സക്കാത്തില്ല, 2 റുപ്യക്ക് സക്കാത്തില്ല, 3 റുപ്യക്ക് സക്കാത്തില്ല, 4 റുപ്യക്ക് സക്കാത്തില്ല. സക്കാത്ത് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് എന്റെ കയ്യിൽ 1,47,960 രൂപ, 1,47,960 റുപ്പീസ് എന്റെ കയ്യിൽ ഒരു മുഹറമിൽ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ട് അടുത്ത മുഹറം 1 വരെ കുറയാതെ നിൽക്കുകയാണെങ്കിൽ ആ 1,47,000ന്റെ 2.5% മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ഈ ത്രഷോൾഡ് വരുന്ന പ്രശ്നം വരുമ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എത്ര കൊടുത്തു പറഞ്ഞാലും ഒരു പോയിന്റ് എത്തുമ്പോ ഇതിന്റെ താഴേക്ക് പോകും.
1,35,000 എന്റെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സക്കാത്തിന്റെ ചർച്ചയിൽ ഞാനില്ല, എനിക്ക് വേറെ ക്ലാസ്സിന് പോവാം. ഒന്നൊരു ചോദിക്കണ്ടാണ്, പിന്നെ ചോദിച്ചോ. അതായത് ഇപ്പൊ ഒരു 10 ലക്ഷം റുപ്യ ഒരാൾക്ക് കടം കൊടുത്തു, ഞാനൊരു 10 ലക്ഷം റുപ്യ ഒരാൾക്ക് കടം കൊടുത്തു. മൂപ്പര് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. ഞാൻ കച്ചവടത്തിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കൊടുത്തത്. ഇയാള് 3 കൊല്ലായിട്ടാണ് എനിക്ക് പൈസ തിരിച്ചു തരുന്നത്. അപ്പൊ 75,000 റുപ്യ ഏകദേശം സക്കാത്തിന്റെ ടൈമിൽ നിന്ന് പോവുമല്ലോ. 10 ലക്ഷം റുപ്യക്ക് കിട്ടാനുള്ള പൈസയാണല്ലോ. 10 ലക്ഷം റുപ്യ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു. ആള് 2 മാസം കൊണ്ട് പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞു. ആ കൈ തന്നില്ല. മൂപ്പര് 3 കൊല്ലം ആണ് കെട്ടിട്ടു. അപ്പൊ ഏകദേശം 10 ലക്ഷം റുപ്യ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയുള്ളൂ. നിങ്ങളിപ്പോ 10 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണോ? അല്ലേ, കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഈ കൊടുത്ത കടം കച്ചവടവുമായി ബന്ധപ്പെട്ടാണോ? അല്ലേ, ആണ്, കച്ചവടം തന്നെയാണ്. അപ്പൊ എങ്കിൽ നിങ്ങൾ അടുത്ത മുഹറം 1 സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഈ കിട്ടാനുള്ള 10 ലക്ഷവും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. എന്നിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. 2ാമത്തെ കൊല്ലമായി, അപ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പൊ പൈസ കുറച്ചും കൂടി കുറയല്ലോ. 3 കൊല്ലം കഴിഞ്ഞു, അയാൾ പൈസ തിരിച്ചു തന്നു. നിങ്ങൾക്ക് സക്കാത്ത്, ആ കടത്തിന് സക്കാത്ത് കൊടുക്കണ്ട, നേരെ മറിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു, ഇപ്പോ തരാൻ ഒരു സാധ്യതയില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. 3 വർഷം കഴിഞ്ഞിട്ട് അയാൾ ഒന്നടങ്കാണ് അയാൾ തിരിച്ചു തരുന്നത് 10 ലക്ഷം രൂപയെങ്കിൽ ഈ 3 വർഷത്തേക്ക് വേണ്ടി 10 ലക്ഷത്തിന്റെ എത്രയാണ് വരിക അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അന്തരം കൊടുക്കണം. പക്ഷെ സൗകര്യപ്രദം ഞാൻ നേരത്തെ പറഞ്ഞ രൂപമാണ്. ആദ്യം പറഞ്ഞ പോലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കിട്ടാനുള്ള കടം കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. കിട്ടാനുള്ള കടം കൂടി ഉൾപ്പെടുത്തുക. അല്ല, ഇതിന്റെ ചർച്ച വേറെ തന്നെ വരുന്നുണ്ട്. നമ്മള് ബിസിനസ്സുമായി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മെയിൻ ചോദ്യം ആഗ്രഹിക്കുന്നത്. ഇതിന്റെ നാണയത്തിന്റെ വിഷയത്തിൽ അബ്ദുൽ ഉസ്താദ് വിശദമായി പറയായിരിക്കും. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയുള്ളവർ അത് കൃത്യമായി എഴുതി മോഡറേറ്ററെ ഏൽപ്പിക്കുക. ഈ പാർട്ണർമാരുള്ള കച്ചവടം, എന്റെ പേര് നിസാർ. ഈ പാർട്ണർമാരുള്ള കച്ചവടത്തിന്റെ സക്കാത്ത് എങ്ങനെയായിരിക്കും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, മൊത്തം സെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ 4 ലക്ഷത്തിന്റെ സാധനം ഉണ്ട്, സ്റ്റോക്ക് എടുത്തപ്പോൾ 4 ലക്ഷത്തിന്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ 2ആളും ഇട്ടൊരു ഷെയർ ഉണ്ടാവല്ലോ. എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾ ഷെയർ ഹോൾഡിംഗ് ഉള്ളത്, അതനുസരിച്ച് സക്കാത്ത് വീതിക്കണം. സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ ഉദാഹരണം ഒരു 50,000 രൂപയാണെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് എത്ര, നിങ്ങൾ ഷെയർ ഹോൾഡിംഗ് എത്ര, അത് 50,000 നിങ്ങൾ കൊടുക്കണം, ബാക്കി അയാൾ കൊടുക്കണം. നിങ്ങൾ 2ആളും 50-50 ആണെങ്കിൽ സക്കാത്ത് 50,000 ആണെങ്കിൽ നിങ്ങൾ 27,000 കൊടുക്കണം, മറ്റാൾ 27,000 കൊടുക്കണം. ക്ലിയർ അല്ലേ? അള്ളാഹു ഉസ്താദ് അവരുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ നിലക്കും ദുനിയവിയായും ഉഖ്റവിയായും എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ.